ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ പണപ്പെട്ടി ടാസ്കത്തെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, നല്ല രസിക ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. കുറേ സമയമായി നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മാത്രം കണ്ട് ബോറടിക്കുന്നത്. ഇപ്പോഴാണ് ഒരു എന്റർടൈൻമെന്റ് വന്ന് തുടങ്ങിയത് പണപ്പെട്ടി ടാസ്കിലൂടെ. പണപ്പെട്ടി ടാസ്കിൽ ഒരാൾക്ക് ഗോൾഡ് കോയിനും 3 പേർക്ക് ബ്ലാക്ക് കോയിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ അബിക്ക് ഏത് കോയിൻ കിട്ടിയാന്ന് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അബിക്ക് ഒരു ബ്ലാക്ക് കോയിനാണ് കിട്ടിയിട്ടുള്ളത്. അബി, റെന, അനീഷ് ഇങ്ങനെ 3 പേർക്ക് ബ്ലാക്ക് കോയിനും അക്ബറിന് ഗോൾഡ് കോയിനാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗോൾഡ് കോയിൻ കിട്ടിയ പവർ എന്താണെന്ന് നോക്കാം. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു പവർ ഒന്നും അല്ല അക്ബറിന് കിട്ടിയിട്ടുള്ളത്. പവർ എന്താന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് നിന്ന് ഒരാളെ അക്ബറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നെക്സ്റ്റ് വീക്ക് നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരാൾ. പക്ഷെ ആ ഒരാളെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നോമിനേറ്റ് ആവണമെങ്കിൽ അക്ബർ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ബാക്കി നേരത്തെ കോയിൻ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, റെനയുണ്ട്, ജിസേലുണ്ട്, ബിന്നി ഉണ്ട്, ആര്യൻ, ഷാനവാസ്, പിന്നെ അനീഷ്, ബാക്കി ഇത്ര പേരാ, അബി, ഇത്രയും പേരാണല്ലോ കോയിൻ കിട്ടിയതിലുള്ളത്. ഇതിൽ നിന്ന് ഒരാളെ അക്ബർ സെലക്ട് ചെയ്യണം. ആ ആൾക്ക് നെക്സ്റ്റ് റൗണ്ടിൽ പണപ്പെട്ടിന്ന് ഗോൾഡ് കോയിൻ കിട്ടണം. എന്നാൽ മാത്രമേ, അതായത് ഇപ്പൊ അവരൊരു ടീമാണ്, അക്ബർ സെലക്ട് ചെയ്യുന്ന ആളും ഒരു ടീമാണ്. അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അക്ബറിന് ഈ പവർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ അവർക്ക് ഗോൾഡ് കോയിൻ കിട്ടണം നെക്സ്റ്റ് റൗണ്ടിൽ. അപ്പം ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ നേരത്തെ ബോക്സ് എന്ന് വെച്ചാൽ കവേർഡ് ആയിട്ടുള്ള ബോക്സ് ആയിരുന്നു. നമുക്ക് കോയിൻസ് എത്ര കോയിൻസ് ഉണ്ട്, ഏത് കളറായാലും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ ബോക്സ് കവേർഡ് അല്ല, ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് എവിടെയാ കോയിനിലെ ഗോൾഡ് കോയിൻ എവിടെ, ബ്ലാക്ക് എവിടെ, റെഡ് എവിടെയെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അടുത്ത റൗണ്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മുടെ അക്ബർ സെലക്ട് ചെയ്തത് ആര്യനെയാണ്. കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടെ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ട് ആര്യനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റൗണ്ടിൽ ഇനി ഗോൾഡ് കോയിൻ ആര്യന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രം അക്ബറിന് ഈ പവർ യൂസ് ചെയ്തിട്ട് ഒരാളെ നെക്സ്റ്റ് വീക്ക് നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ബ്ലാക്ക് കോയിൻ കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയ പണി എന്താണെന്ന് നോക്കാം. മുട്ടപ്പണിയാണ് കിട്ടിയിട്ടുള്ളത്, നല്ല കോമഡി പണിയാണ് കിട്ടിയിട്ടുള്ളത്. 3 കാര്യങ്ങൾ ചെയ്യണം. ഒരാൾ കണ്ണ് കെട്ടണം, ഒരാൾ വായ മൂടണം, ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അപ്പാന്റെ ശ്രദ്ധ അവിടുന്ന് പെർഫെക്റ്റ് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കയ്യൊക്കെ ഇതാക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ അന്വേഷണ ഉദ്ദേശിച്ചാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാന്നല്ലോ എപ്പോഴും. അപ്പൊ നടക്കാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ അതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 കാര്യമുള്ളത്. അത് മാത്രമല്ല, ഇവർക്ക് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ ഒരു പ്രോപ്പർട്ടി നൽകും. ആ പ്രോപ്പർട്ടിയിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ. അങ്ങനെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വന്നു. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു അർബാനയാണ്, നമ്മൾ ഉന്തിക്കൊണ്ട് നടക്കുന്ന അർബാനില്ലേ, അതാണ് ഒരു പ്രോപ്പർട്ടി. അപ്പോൾ പ്രോപ്പർട്ടി വരുന്നതിന് മുന്നേ നമ്മുടെ അനീഷ് പറഞ്ഞു, ഞാൻ കണ്ണ് കിട്ടിക്കോളാം, എനിക്ക് അതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ അബി പറഞ്ഞ നടക്കാൻ പറ്റില്ല ടാസ്ക് എടുത്തോളാം എന്നാണ് അബി പറ്റുള്ളത്. നമ്മുടെ റെന വായ മൂടിക്കോളാം. ഇങ്ങനെയാണ് ഇവർ 3 പേരും എടുത്തിട്ടുള്ളത് ടാസ്ക്. ഇനിയിപ്പോ ഈ അർബാനയിൽ എന്താ വെച്ചാൽ, അർബാനയിൽ നമ്മുടെ അബി ഇരിക്കണം. അബിനെ മറ്റു 2 പേരും കൂടെ തള്ളിക്കൊണ്ട് നടക്കണം ബിഗ് ബോസ് ഹൗസിലേക്ക് കൂടെ. നിർത്താൻ പാടില്ല, തള്ളുന്നത് നിർത്താൻ പാടില്ല. നിർത്തിയാ വീണ്ടും പണി കിട്ടും. അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ അവര് തള്ളിക്കൊണ്ട് നടക്കുക, അത് നോക്കാം എന്തൊക്കെ രസകരമായ കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് കാണാം.